ഇന്ന് നമുക്ക് ഇതുകൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാവേ. ഇത് വാങ്ങിച്ചപ്പം മുതലേ എങ്ങനെയെങ്കിലും അങ്ങ് വീട്ടിൽ വന്നോളാഞ്ഞ് വയ്യ. കാരണം ഇത് ഷേക്ക് അടിച്ച് കുടിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമല്ല, നല്ല ചൂടത്താണ് കയറി വന്നത്. തണുത്തത് എന്തെങ്കിലും കുടിക്കണമെന്നുള്ള വിചാരത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിനകത്ത് മധുരമെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ആകരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാങ്ങിച്ചത്. എന്തായാലും നല്ല രീതിയിൽ മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട്, ബാക്കിയെല്ലാം എൻ്റെ വായിലോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് പൊട്ടിയത് പറഞ്ഞതൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് ആമിക്കുട്ടനും തിന്നുന്നുണ്ട്. ഞാൻ വഴക്ക് പറയാന്നുള്ള പേടിച്ചാണ് ആമിക്കുട്ടൻ ദൂരെ മാറി നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രീസായിട്ടുള്ള പാലും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഞാൻ ഇതിനകത്ത് വേറൊരു സാധനം ഇടുന്നുണ്ട്. ഇത് പിസ്ത ബദാം മിൽക്ക് ഷേക്കാണ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അത് ഇട്ടപ്പോൾ തന്നെ ഒരു പച്ച കളറായിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് കുറേ നാളായി. എന്തായാലും ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു. അല്ലാതെ തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റൊന്നും വലുതായിട്ടില്ല. അങ്ങനെ ഇതിനകത്തിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ അങ്ങ് അകത്താക്കാമെന്ന് വിചാരിച്ച്. കാശ് കൊടുത്ത് മേടിച്ചില്ലേ, കളയുന്ന എന്തിനാ. അങ്ങനെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിസ്ത പൗഡറൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ട് ഒരു ചോറും കറി. ഇതിനകത്ത് എന്തുവാന്ന് പോലും തുറന്നു നോക്കാൻ വരുന്നില്ല. കഴിക്കേണ്ട അവസ്ഥയായി. എത്ര ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും ഇവിടെ കയറി ഇങ്ങനെ സുഖമൊന്നും കിട്ടും. അങ്ങനെ പപ്പായ ഷേക്കൊക്കെ അടിച്ച് പിന്നെ എൻ്റെ അടുത്ത പരിപാടിയിലോട്ട് അങ്ങ് കടന്നു. അപ്പം ഞാൻ ഊണ് കഴിക്കുകയാണ്. അത്രേ ഉള്ളൂ. ടാറ്റാ.